ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം? ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല. ആക്ച്വലി നമ്മുടെ SSLC എക്സാമിൽ A+ എങ്ങനെ നേടാം, ഇംഗ്ലീഷിൽ എങ്ങനെ A+ നേടാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ആക്ച്വലി ഇംഗ്ലീഷിലുള്ളത് കുറേ കവിതകളുണ്ട്, അതുപോലെ തന്നെ പ്രോസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അതിൽ നമുക്ക് നമ്മളുടെ ഡിസ്കോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും കോംപ്രിഹെൻഷൻ, പോയിം കോംപ്രിഹെൻഷൻ ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് അതുപോലെ മറ്റേ എസ്സേ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളത് എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലിയർ കട്ട് ഐഡിയ നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കണം. നമ്മൾ ആദ്യം തന്നെ പ്രോസ് എടുക്കുകയാണ്. പ്രോസിൽ വരുന്ന സമയത്ത് നമുക്ക് ഓരോ ടെക്സ്റ്റിലെയും ലൈൻ ബൈ ലൈൻ നമ്മൾ അടിപൊളിയായിട്ട് വായിച്ചിരിക്കണം. പറ്റുകയാണെങ്കിൽ 3-4 തവണ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിരിക്കണം. നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് SSLC തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഭാവിയിലേക്ക് അതൊരു പ്രശ്നമാകും, പിന്നീട് നമുക്ക് ലോഡായി വരും. അപ്പോൾ ഓരോ ചാപ്റ്ററും 2-3 തവണ വായിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിൻ്റെ ആ ഒരു ലൈൻ ബൈ ലൈൻ വായിക്കുന്നത് കൂടി നമ്മൾ പെർഫെക്റ്റ് ആകും. അതിൽ തന്നെ നമുക്ക് ഓരോ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ആ ആക്ടിവിറ്റീസ് ഒന്നും ശരിക്കും എക്സാമിന് വരില്ല, പക്ഷേ ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് തന്നെ നമ്മൾ പോലും അറിയാതെ ഒരു സ്കില്ല് വരും നമ്മളെ എക്സാമിലുള്ള ആ ഒരു ഡിസ്കോഴ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ടിവിറ്റീസ് നന്നായിട്ട് ചെയ്യാം. കൂടാതെ ഇതിൻ്റെയൊക്കെ തീം എന്താണ്, ഓരോ ചാപ്റ്ററിൻ്റെയും തീം എന്താണ്, ആക്ച്വലി ഞാൻ പ്രോസാണ് പറയുന്നത്, പ്രോസിൻ്റെ തീം എന്താണ്, ആ ഒരു ചാപ്റ്ററിൻ്റെ മെസ്സേജ് എന്താണ്, ഓരോ ചാപ്റ്ററിലും ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കോഡ്സ് ഉണ്ടെങ്കിൽ ആ കോഡ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു നോക്കുക. ഏതെങ്കിലും ആൾക്കാരുടെ ഏതെങ്കിലും ക്യാരക്ടർ പറയുന്ന ഏതെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കവിതയിലേക്കാണ്, നമ്മുടെ പോയത്തിലേക്കാണ്. പോയത്തിലേക്ക് വരുന്ന സമയത്ത് ആ കവിത സ്വാഭാവികമായിട്ടും നന്നായിട്ട് വായിക്കുക. ആ കവിതയുടെ ലൈൻ ബൈ ലൈൻ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആ ഓരോ സ്റ്റാൻസയുടെയും അപ്രീസിയേഷൻ നമ്മളൊന്ന് ജസ്റ്റ് എഴുതി തന്നെ പഠിക്കണം. കൂടാതെ നമ്മൾ ആ ഒരു കവിതയുടെ എല്ലാ സ്റ്റാൻസയിൽ നിന്നുമുള്ള പോയറ്റിക് ഡിവൈസ് സെപ്പറേറ്റ് നമ്മൾ എഴുതി വെച്ചാൽ മാത്രമേ നമ്മൾ എക്സാമിന് നമ്മളെ ഈ ഒരു പോയം വെച്ചിട്ട് നമ്മൾ പോയം കോംപ്രിഹെൻഷൻ ചോദിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാൻസ് വെച്ചിട്ട് നിങ്ങളോട് അപ്രീസിയേഷൻ ചോദിക്കും, അതുപോലെ തന്നെ അതിൽ നിന്നുള്ള പോയറ്റിക് ഡിവൈസസ് ചോദിക്കും. അതുകൊണ്ട് എല്ലാം നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. പോയം പഠിക്കേണ്ട രൂപം മനസ്സിലായില്ലേ? ഓരോ സ്റ്റാൻസ വൈസ് നമ്മൾ എന്താക്കിയിരിക്കണം, അപ്രീസിയേഷനും അതിൻ്റെ പോയറ്റിക് ഡിവൈസും. പ്രോസ് ആകുന്ന സമയത്ത് നമുക്ക് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മെസ്സേജ്, തീം, അതുപോലെ തന്നെ അതിലെ ക്യാരക്ടേഴ്സും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോസിലെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ എഴുതി വെക്കണം. നിങ്ങളോട് ഞാൻ ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, അപ്രീസിയേഷൻ ആവട്ടെ, ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി ആവട്ടെ, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന നോട്ട്സ്, നിങ്ങളൊരു സമ്മറി കേൾക്കുന്നു അല്ലെങ്കിൽ അപ്രീസിയേഷൻ കേൾക്കുന്നു, പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രമേൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എക്സാമിൻ്റെ ആ ഒരു സമയത്തേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെച്ച നോട്ട്സ് ആയിരിക്കും. അത് പെർഫെക്റ്റ് ആവണമെന്നില്ല, നിങ്ങളുടെ ഒരു നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് വരുന്നത് നമ്മുടെ ഗ്രാമറാണ്. ഗ്രാമറിൻ്റെ കാര്യം ഉറപ്പായിട്ടും എത്ര തവണ പഠിച്ചു കഴിഞ്ഞാലും അത് മറന്നു പോകുന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ തന്നെ ചിന്തിക്കുക, നമ്മളിത് പഠിച്ചാലും മറന്നു പോകും. ഗ്രാമർ പഠിക്കേണ്ടത് എഴുതിയിട്ടാണ് പഠിക്കേണ്ടത്. അതിനൊരു റഫ് പേപ്പറിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും നേരത്തെ നമ്മൾ പ്രോസിനും അതുപോലെ തന്നെ പോയത്തിനും ഒക്കെ എഴുതി വെച്ച നോട്ട്സിൻ്റെ അടിയിൽ നമ്മൾ അതിൻ്റെ ഗ്രാമറിന് വേണ്ടിയുള്ള ആ ഒരു മെയിൻ പോയിന്റ് എഴുതി വെക്കുക. പ്രാക്ടീസിന് വേറൊരു പേപ്പർ എടുത്തിട്ട്, റഫ് പേപ്പർ എടുത്തിട്ട് പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാലും പിന്നീടും മറന്നു പോകും. പക്ഷേ അത് വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വലി പുതിയ സിലബസ് ആയതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററും എടുക്കുക. ആ ചാപ്റ്ററിന് ഇനിയിപ്പോൾ ലെറ്റർ വരികയാണെങ്കിൽ ആരോടായിരിക്കും ലെറ്റർ ചോദിക്കുക. ഇനി അതിൽ നിന്ന് ഒരു ഡയറി വരികയാണെങ്കിൽ അതിൽ ഏത് ക്യാരക്ടറിൻ്റെ ഡയറി ആയിരിക്കും സാധ്യതയുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഡിസ്കോഴ്സും, ഓരോ ചാപ്റ്ററിനുമുള്ള എല്ലാ ഡിസ്കോഴ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഡിസ്കോഴ്സിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്കിൽ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു നോട്ട്സിൽ അത് ഓരോ ഡിസ്കോഴ്സിൻ്റെയും ഫോർമാറ്റ് എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഒരു ടൈം ടേബിൾ, ഇന്ന സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാനും കൂടി പറ്റുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഇത്തവണത്തെ SSLCയിൽ A+ കിട്ടിയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് അതിലും നല്ല മികച്ച ഒരു പ്ലാൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അസ്ത്ര ബാച്ച് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്.
അസ്ത്ര ബാച്ചിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കൽ മാത്രമല്ല അതിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ടെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ എന്ത് പറയും നമ്മുടെ ഈ ഒരു ആപ്പിൽ നമ്മുടെ ബാച്ചിൽ സെറ്റാക്കി തരുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അസ്ത്ര ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അത് ഇംഗ്ലീഷ് മാത്രമല്ല നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും അതിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള ഡൗട്ടുകളും നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ തന്നെ നമ്മുടെ ആപ്പിലുണ്ട്. കൂടാതെ പാരൻസിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കുട്ടിക്ക് പുരോഗതി ഉണ്ടോ, ഓരോ ക്ലാസ് കഴിയുന്ന സമയം നിങ്ങൾക്ക് DPP കിട്ടും. ആ DPP ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തുടങ്ങിയിട്ട് ഫീച്ചേഴ്സുകളുടെ ധാരാളം ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബാച്ചാണ്. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഏതായാലും സെറ്റാക്കാം. നമുക്ക് അടിപൊളിയായിട്ട് ഇനി വരുന്ന ഓണം, ക്രിസ്മസ്, ആനുവൽ എക്സാം എല്ലാത്തിലും A+ നേടട്ടെ. ഹാപ്പി ലേണിംഗ്.